അന്ന് മുറ്റത്ത് ചൂലും പിടിച്ച് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ഗായത്രിയെ കണ്ട് സുകുമാരൻ നോക്കി നിന്നു. എന്താ മോളെ, വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. പെട്ടെന്ന് അത് കേട്ടതും അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു. ഏയ്, ഒന്നുമില്ല അച്ഛാ. അതും പറഞ്ഞ് അവൾ മുറ്റമടിച്ച് വാരാൻ തുടങ്ങി. പക്ഷേ അവളുടെ മുഖത്തെ വിഷാദഭാവം അയാൾ മനസ്സിലാക്കി. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, കാത്തിരിക്കാം. അയാൾ അതും ചിന്തിച്ച് ഒരു ചിരിയാലെ പിന്നാമ്പുറത്തേക്ക് നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നിൽപ്പായിരുന്നു. എവിടെയോ പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ എവിടെ പോകുക? ആ മോളെ, ഞാൻ പറയാൻ മറന്നു. ഞാൻ സരസ്വതിയുടെ വീട് വരെ ഒന്ന് പോകുക. അവൾ പനി പിടിച്ച് കിടപ്പ. ഇനിയിപ്പോൾ കാണാൻ ചെന്നില്ലെങ്കിൽ ഭയങ്കര പരിഭവം പറച്ചിലായിരിക്കും. ശരി അമ്മേ. പിന്നെ മോൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? പാർവതി അമ്മ ഒരു ചിരിയാലെ ചോദിച്ചു. ഏയ് ഇല്ല അമ്മേ. അല്ല, അച്ഛനും പോയോ? അങ്ങേര് പോയി കാണും. ആ ജംഗ്ഷനിലുള്ള ഹോട്ടലിൻ്റെ അവിടെ ഇരിപ്പുണ്ടാവും. പലപ്പോഴും ഏതെങ്കിലും പെണ്ണുങ്ങളെക്കുറിച്ചും മറ്റും പരദൂഷണം പറച്ചിലായിരിക്കും. അമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. പിന്നെ മോളെ, ദീപു ചിലപ്പോൾ വരും. അപ്പോൾ അവനുമായി എന്തേലും മിണ്ടിയും പറഞ്ഞുമിരുന്നു. അമ്മേ, അവൻ കോളേജിൽ പോയിരിക്കുമല്ലേ? അവൻ്റെ കോളേജിൽ പോക്കൊക്കെ കണക്കാ. ക്ലാസ് കട്ട് ചെയ്ത് നടപ്പാ പണി. അപ്പോൾ ശരി മോളെ, ഞാൻ ഇറങ്ങുവാട്ടോ. ശരി അമ്മേ. അങ്ങനെ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ കതകടച്ച് കുറ്റിയിട്ടു. അവൾ നേരെ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഫോണെടുത്ത് കല്യാണിയെ വിളിച്ചു. കുറേ ബെല്ലടിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഇവൾ ഇതെവിടെ പോയി കിടക്കുക? ഗായത്രി സ്വയം പറഞ്ഞു. പെട്ടെന്ന് കല്യാണി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എടി, ഞാൻ ഡ്രസ്സ് മാറുക, ഇപ്പോൾ തന്നെ വിളിക്കാം. അതും പറഞ്ഞ് ഫോൺ വെച്ചു. ഇവളുടെ ഒരു ഡ്രസ്സ് മാറൽ. ഇവൾ അതിന് ഈ രാവിലെ തന്നെ എവിടെയാണാവോ പോയത്? ഗായത്രി പെറുപെറുത്തു. പെട്ടെന്ന് കല്യാണി തിരിച്ചു വിളിച്ചു. എന്തൊക്കെയുണ്ടടി? അവളുടെ ചോദ്യം. എടി, നീ രാവിലെ തന്നെ എങ്ങോട്ട് പോയതാ? ഗായത്രി ചോദിച്ചു. അത് ഞാൻ ജോഗിങ്ങിന് പോയതാ. നീ ഇപ്പോൾ അതും തുടങ്ങിയോ? അതേടി, ഇച്ചിരി തടി വെച്ചു. അപ്പോൾ പിന്നെ ഒന്ന് ജോഗിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിലെ പോലെയല്ലല്ലോ, ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ വായി നോക്കികളൊക്കെ കുറവാ. അതുകൊണ്ട് ഒരാശ്വാസം. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ട്രൈ ചെയ്തായിരുന്നോ? കല്യാണിയുടെ ചോദ്യം. എടി, ട്രൈ ചെയ്തു. അത് പറയാൻ തന്നെയാണ് ഞാൻ വിളിച്ചേ. ഗായത്രി നിരാശയോടെ പറഞ്ഞു. ആണോ? എന്ത് പറ്റി? എടി, നീ പറഞ്ഞ പോലെ ഞാൻ നല്ല മോഡേൺ വസ്ത്രമൊക്കെ ഇട്ടു. പിന്നെ ഏട്ടൻ രാത്രി വന്ന് കിടക്കാൻ നേരം നീ പറഞ്ഞ പോലെ ഞാൻ അത്രയും പറഞ്ഞ് അവൾ നിർത്തി. പിന്നെ വീണ്ടും തുടർന്നു. ഞാൻ ട്രൈ ചെയ്തടി, പക്ഷേ ഏട്ടൻ അതൊന്നും കാര്യമാക്കിയതേയില്ല. നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് കിടന്നുറങ്ങി. ഗായത്രി പറഞ്ഞതൊക്കെ കല്യാണി അതിശയത്തോടെ കേട്ടു നിന്നു. തന്നേക്കാൾ ഒരു പൊടിക്ക് സൗന്ദര്യം കൂടുതലാണ് എല്ലാം കൊണ്ടും ഗായത്രി എന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും താൻ പറഞ്ഞു കൊടുത്ത ഈ ഐഡിയയിൽ അവളുടെ ഭർത്താവ് വീണില്ല എന്നറിഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്ന് പോയി. എടി കല്ലു, നീ എന്താ മിണ്ടാത്തേ? എടി, അതിപ്പോൾ ഞാൻ എന്താ പറയാ? എടി, എനിക്ക് തോന്നുന്നത് നീ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നാണ്. ചിലപ്പോൾ നിന്റെ ഭർത്താവിന് പെണ്ണുങ്ങളോട് താല്പര്യമുണ്ടാവില്ലായിരിക്കും. അത് കേട്ട് ഗായത്രി ഞെട്ടി. എടി, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അതേ ഗായത്രി, ചിലർ അങ്ങനെയൊക്കെയാ. നിന്നെ ചതിച്ച ആ കുടുംബത്തെ നീയും ചതിക്കേണ്ടതാണ്. പിന്നെ നിന്റെ ഭർത്താവ് ഇത്തരക്കാരനാണെന്ന് നീ എല്ലാവരോടും പാട്ടാക്കാൻ തുടങ്ങിക്കോ. പിന്നെ ആദ്യം നിന്റെ ഭർത്താവിൻ്റെ അനിയൻ ദീപക്കിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അമ്മായി അച്ഛൻ, പിന്നെ പറ്റുമെങ്കിൽ അമ്മായി അമ്മയും. അത് കേട്ട് ഗായത്രി വീണ്ടും ഞെട്ടി. എടി നീ അതേ ഗായത്രി, അവിടെയുള്ളവരെ നീയും നാണം കെടുത്തണം. പിന്നെ ആ കുടുംബം മോശപ്പെട്ടതാണെന്ന് നാട്ടുകാരിലും എത്തിക്കണം. എടി കല്ലു, അപ്പോൾ എൻ്റെ കാര്യമോ? എനിക്കും നാണക്കേടല്ലേ? ഗായത്രി സംശയം പ്രകടിപ്പിച്ചു. പിന്നെ നമുക്ക് എന്ത് നാണക്കേടാ മോളെ? നീ ഡൈവോഴ്സും വാങ്ങി ഇങ്ങ് പോര്. നിന്നെ കല്യാണം കഴിക്കാൻ ഇനിയും കുറേ ചെക്കന്മാർ ക്യൂ നിൽക്കും, കേട്ടല്ലോ? അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ? അതെ. ഇനി മറ്റേ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നിനക്കറിയാലോ എല്ലാം. അറിയാം, ഗായത്രി പതിയെ പറഞ്ഞു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവൾ ചിന്തിച്ചു. ആദ്യം ദീപക്, അത് കഴിഞ്ഞ് അമ്മായി അച്ഛൻ, അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞത്. അങ്ങനെ പിന്നീട് ഗായത്രിയുടെ നിരീക്ഷണ വലയത്തിലായി ദീപക്. ഒരിക്കൽ ഒരു അവധി ദിവസം
അവൻ പുറത്തു പോകാൻ ബൈക്ക് എടുക്കവേ പെട്ടെന്ന് ഗായത്രി അങ്ങോട്ടേക്ക് ചെന്നു. എടാ ദീപു, നീ ടൗണിലേക്കാണോ? ആ അതേ ചേട്ടത്തി. എന്താ, എന്തെങ്കിലും വാങ്ങണോ? വാങ്ങാനല്ല, നീ ടൗണിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. എനിക്ക് ബാങ്കിൽ പോവണം. ഓക്കെ ചേട്ടത്തി, കയറിക്കോ. അങ്ങനെ അവൻ വണ്ടി വിട്ടു. അവർ ഓരോന്ന് സംസാരിച്ചു. ഗായത്രി പലതും പറഞ്ഞ് അവനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എടാ, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അവളുടെ ചോദ്യം. ഓ, എന്തോന്ന് ഗേൾ ഫ്രണ്ട്സ് ആണ് ചേട്ടത്തി, അതിലൊന്നും ഇപ്പോൾ ഒരു താല്പര്യമില്ല. വെറുതെ നമ്മുടെ സമയം പോകാൻ. എനിക്കിപ്പോൾ മ്യൂസിക്കിനോടാണ് കമ്പം. ഒരു DJ ആവണം. അങ്ങനെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്യണം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവൻ കാട് കയറി. ഓ, ഇനി ഇവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ സ്ഥലമെത്തിയപ്പോൾ ഇറങ്ങി. അങ്ങനെ പിന്നീട് അവളുടെ കണക്ക് കൂട്ടൽ അമ്മായിയച്ഛനായിരുന്നു. ഇതിനിടയിൽ രാജേഷിന് എന്തെങ്കിലും മാറ്റം വന്നിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത് കണ്ടു. അമ്മായിയച്ഛൻ നേരത്തെ പറമ്പിൽ പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് തന്നെയായിരിക്കും വെള്ളം, അവൾ ചിന്തിച്ചു. അമ്മേ, ഈ ചൂടുവെള്ളം ആർക്കാ? അവൾ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഇത് അച്ഛനാ മോളെ. അങ്ങേര് പറമ്പിൽ എന്തോ വാഴത്തയ്യോ മറ്റോ നടുക. ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം. അമ്മേ വേണ്ട, ഞാൻ കൊണ്ടു കൊടുക്കാം. എന്നാ ശരി മോളെ, അമ്മ ചിരിച്ചു. ഗായത്രി ഒരു ചിരിയോടെ ഒരു കുടം ഇളം ചൂടുള്ള വെള്ളവും ഗ്ലാസും അമ്മയിൽ നിന്നും വാങ്ങി പറമ്പിലേക്ക് നടന്നു. അവളെ കണ്ടതും അമ്മായിയച്ഛൻ നോക്കി. ആഹാ, ആരിത്? ഗായത്രി മോളോ? ഇതെന്ത് തയ്യാച്ചാ? ആ ഇതോ, ഇത് റോബസ്റ്റ. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. ഇന്നാച്ച കുറച്ച് വെള്ളം കുടിക്ക്. അതും പറഞ്ഞ് അവൾ കുടത്തിലെ വെള്ളം കുറച്ച് ഗ്ലാസ്സിലൊഴിച്ച് അയാൾക്ക് കൊടുത്തു. അയാൾ വെള്ളം വാങ്ങിക്കുടിച്ചു. കൊള്ളാം, അയാൾ സ്വയം പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. എന്താ അച്ഛാ, വെള്ളം കൊള്ളാമെന്നോ? പായസം കൊള്ളാമെന്ന് പറയുന്ന പോലെയാണല്ലോ പറയുന്നേ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. അത് മോൾ ആദ്യമായിട്ടല്ലേ പറമ്പിലേക്ക് വന്നേ, അതാ പറഞ്ഞേ. ഇടയ്ക്കൊക്കെ അച്ഛനെ സഹായിക്കാൻ കൂടെന്നേ, കൂലി തരാം. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു. പിന്നെന്താ, സഹായിക്കാലോ അച്ഛാ, അവളും പറഞ്ഞു. എന്തായാലും അമ്മായിയച്ഛൻ പുറമേ കാണുന്ന പ്രകൃതം പോലെ ആള് ഗൗരവക്കാരനൊന്നുമല്ല. സംസാരിക്കാൻ കൊള്ളാം, നല്ല തമാശയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങേരോട് തന്നെ കാര്യം അവതരിപ്പിച്ചാലോ എന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവൾ ഓരോന്ന് സംസാരിച്ചു നിന്നു. അതെന്താ അച്ഛാ, ആ തെങ്ങിൽ തേങ്ങയൊന്നും ആവാത്തേ? അതാ മോളെ ഞാനും ചിന്തിക്കുന്നേ. കുറേയായി ഇങ്ങനെ. നല്ല വളം ഇട്ട് കൊടുക്കണം. എന്നിട്ടും ആയില്ലെങ്കിൽ വെട്ടി വേറൊരെണ്ണം വെക്കണം. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാൾ രാജേഷിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവളുടെ മുഖം വാടിയത് അയാൾ ശ്രദ്ധിച്ചു. എന്താ മോളെ മുഖത്തൊരു വാട്ടം? അത് അച്ഛാ. പറഞ്ഞോ മോളെ. കുറച്ച് ദിവസമായി ഞാൻ മോളെ ശ്രദ്ധിക്കുന്നുണ്ട്. മോളെ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നി. പിന്നെ തോന്നി എന്തോ ടെൻഷനാണെന്ന്. ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഉണ്ട് അച്ഛാ. രാജുവേട്ടൻ എന്നോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല. അത് കേട്ട് അയാൾ ഞെട്ടി. അതെന്താ മോളെ അങ്ങനെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 മാസം എങ്ങാണ്ടും അല്ലേ ആയുള്ളൂ. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതാണോ? വഴക്കൊന്നുമല്ല അച്ഛാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഏട്ടൻ അങ്ങനെയാ. എന്താണെന്ന് എനിക്കറിയില്ല. അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. മോളെ വിഷമിക്കേണ്ട, അവൻ ഇങ്ങ് വരട്ടെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്താ അവൻ്റെ പ്രശ്നമെന്ന് ഇന്നത്തോടെ അറിയാലോ. മോളെ വിഷമിക്കേണ്ട, നമുക്കിത് ഉടനെ പരിഹരിക്കാട്ടോ. ശരി അച്ഛാ. അങ്ങനെ അന്ന് രാത്രി ഗായത്രി വളരെ ടെൻഷനോടെ രാജേഷ് ജോലി കഴിഞ്ഞ് വരുന്നതും കാത്തിരുന്നു. അമ്മായിയച്ഛനാണെങ്കിൽ അവനെയും കാത്ത് ഉമ്മറത്തിരിപ്പാണ്. പെട്ടെന്ന് രാജേഷിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അവൾ എണീറ്റ് ഹാളിൽ ചെന്ന് ഉമ്മറത്തേക്ക് എത്തി നോക്കി. തൻ്റെ ഭർത്താവും അമ്മായിയച്ഛനും സംസാരിക്കുന്നത് അവൾ ഒളിഞ്ഞു കേട്ടു. അമ്മയാണെങ്കിൽ TV സീരിയലിൽ മുഴുകിയിരിപ്പാണ്. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഗായത്രി വേഗം മുറിയിലേക്കോടി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്നു. ഇനി രാജുവേട്ടൻ തന്നോട് ദേഷ്യപ്പെടുമോ എന്നൊരു ചെറിയ പേടിയും അവൾക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ മുറിയിലേക്ക് കയറി വന്നു. അവളെ തട്ടി വിളിച്ചതും അവൾ വേഗം എണീറ്റിരുന്നു. അവൻ ഒരു ചിരിയോടെ പറഞ്ഞു. എടോ, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുമില്ലാട്ടോ. ഞാൻ പിന്നെ ജോലി ടെൻഷനും തിരക്കുമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ. സോറി ട്ടോ.
ഞാൻ ഉടനെ തന്നെ കുറച്ച് ദിവസം ലീവ് എടുക്കാം. എന്നിട്ട് നമുക്ക് ടൂർ പോയി അടിച്ചു പൊളിക്കാം. എന്ത് പറയുന്നു? അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി.